അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഫ്ലോ റെജിംസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ സാധനം കൂടെ കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കൂടെ കൊണ്ടിട്ട് ഈ ഒരു മൊഡ്യൂളിൻ്റെ തിയറി പോർഷൻസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇത് എന്ത് ചോദിക്കുന്നു വെച്ചാൽ ഇങ്ങനെ തന്നെ ചോദിക്കും, ഫിസിക്കൽ ഡിഫറൻസ് എക്സ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ദ ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഫ്ലോ റെജിംസ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ട്. സബ്സോണിക്, സൂപ്പർസോണിക്, എന്താണ്, അതേപോലെ ഇൻകംപ്രസിബിൾ ഫ്ലോസ് ഉണ്ട്, കംപ്രസിബിൾ തന്നെ സബ്സോണിക്, സൂപ്പർസോണിക്, സോണിക് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെയാണ് സൗണ്ട് വേവിൻ്റെ വെലോസിറ്റിയും നമ്മുടെ ആ ഫ്ലോ വെലോസിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ഡിഫറൻസിൻ്റെയും ഫ്ലോ റെജിംസിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട സാധനം എന്ന് പറയുന്നത്, നമ്മൾ ഡെറിവേഷൻ ചെയ്തപ്പോൾ നമുക്ക് അറിയാവുന്നുള്ളൊരു സാധനം, നമുക്കൊരു മീഡിയം ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് സ്മാൾ ലെറ്റർ വി. ആ ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടാകുന്ന എന്താണ്, നമ്മുടെ പ്രഷർ വേവ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് സ്മാൾ ലെറ്റർ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് പറയും, ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് എന്ന് നമ്മൾ പറയും. The flow is said to be incompressible when the Mach number is less than 0.3 അല്ലേ. ഇപ്പോൾ മാക് നമ്പർ വളരെ വളരെ ചെറുതാവുന്ന സമയത്ത് ആ ഒരു ഫ്ലോയെ ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു, ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെറുതാവുന്ന സമയത്ത് ആ ഒരു ഫ്ലോയെ ഞാൻ ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാക് നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു V/A ആണെങ്കിൽ എ വളരെ ചെറുതാവണം, ഈ എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് നമ്മുടെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ന്യൂമറേറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ഭയങ്കര വലുതാണ്, വി ഭയങ്കര ചെറുതാണ്. അപ്പോൾ വി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡിക്കുള്ള ഡിസ്റ്റർബൻസിൻ്റെ മൂവ്മെൻറ്റാണ്. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് എന്ന് വെക്കുക. നമ്മുടെ ഈ ഫ്ലൂയിഡ്, ഈ വൈറ്റ് ആയിട്ടുള്ള സാധനമാണ് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിൽ കൂടി നമുക്കൊരു ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഞാൻ കാണിച്ചു, ഇങ്ങോട്ടേക്കാണ് ഡിസ്റ്റർബൻസ് പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് നേരത്തെ ഇവിടെ ആയിരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡിസ്റ്റർബൻസ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുവാണ്, ഈ A0 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തി നിൽക്കുവാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റർബൻസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ വി ആണ് അല്ലേ. ഡിസ്റ്റർബൻസിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ ലെറ്റർ വിയും, ഈ ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടാകുന്ന അക്വസ്റ്റിക് വെലോസിറ്റിയുടെ അക്വസ്റ്റിക് ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ അക്വസ്റ്റിക് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ എയും ആണ്. അതിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫ്ലോ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ വി എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഇവിടെ വിക്ക് മുമ്പേ ആണ് എ പോകുന്നത്. പക്ഷേ ഈ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൽ വി ഭയങ്കര ചെറുതാണ്, എ എന്ന് പറയുന്നത് ഭയങ്കര വലുതുമാണ്. അപ്പോൾ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഈ വിക്ക്, അഥവാ ഈ ക്യാപിറ്റൽ A0 എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റർബൻസിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനെയാണ് കാണിക്കുന്നത്. പൊസിഷൻ ഓഫ് അത് ഞാൻ ഈ പറയുന്ന സെൻറ്റൻസ് കറക്റ്റ് നോക്കിക്കോളാം, ചുമ്മാ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയരുത്. കറണ്ട് പൊസിഷൻ ഓഫ് നമ്മുടെ ഡിസ്റ്റർബൻസ് ഇതാണ്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. 1 സെക്കൻഡ് മുന്നേ, ബിഫോർ 1 സെക്കൻഡ്, ഇതിൻ്റെ പൊസിഷൻ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A1 ആയിട്ടാണ്. ബിഫോർ 2 സെക്കൻഡ്സ് ദ പൊസിഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദ ലെറ്റർ A2. അത് എല്ലാം ഈ A0 എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് അത് ഇരിക്കുന്നത്. A1 എന്ന് പറയുന്നത് കാര്യം വെലോസിറ്റി വളരെ കുറവാണ്, വി എന്ന് പറയുന്നത് വളരെ പതുക്കെ നീങ്ങുന്നുള്ളൂ, ഈ എ എന്ന് പറയുന്ന സാധനം പതുക്കെ നീങ്ങുന്നുള്ളൂ ഡിസ്റ്റർബൻസ്. അപ്പം ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് അത് വലുതായിട്ടൊന്നും നമുക്ക് മെഷറബിൾ ക്വാണ്ടിറ്റിയിൽ അത് മൂവ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ A1 എന്ന് 1 സെക്കൻഡ് മുമ്പും അത് അവിടെ തന്നെയാണ്, 2 സെക്കൻഡ് മുമ്പും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെ തന്നെ നിൽക്കുവാണ്, ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുവാണ്. അതിന് വളരെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് മാറുമായിരിക്കും, A0 എന്ന് പറയുന്നത് 10 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് A0 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളണം, ഇപ്പോഴത്തെ പൊസിഷനാണ്, ഡിസ്റ്റർബൻസിൻ്റെ പൊസിഷൻ കറണ്ട് പൊസിഷനാണ്. 1 സെക്കൻഡ് മുമ്പ് A1 ആണ്, ഓക്കെ. 2 സെക്കൻഡ് മുമ്പ് A2 ആണ്. ഇതെല്ലാം ഒരു പോയിന്റ് വന്നു, ബിക്കോസ് ദ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ, ദ ഫ്ലോ വെലോസിറ്റി ഈസ് വെരി 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 സ്ലോ. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് അതെല്ലാം കൂടെ ഒരു പോയിന്റ് കിട്ടിയെന്നുള്ളൂ, അല്ലെങ്കിൽ ഈ മൂന്ന് പോയിന്റ് നിൽക്കേണ്ടതാണ്. ഇനി അടുത്തതാണ് നമ്മൾ സൗണ്ട് വെലോസിറ്റിയുടെ കാര്യം നോക്കുന്നത്. അപ്പോൾ വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വെലോസിറ്റീനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സൗണ്ട് വേവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് വേവ് ഇപ്പം ഈ ഒരു ഡിസ്റ്റർബൻസ് സൗണ്ട് വേവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു റോട്ടിൽ കൂടി വണ്ടി പോകണം, എക്സാമ്പിളല്ല മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. വണ്ടി പോകുമ്പോൾ ആ വണ്ടി ഹോൺ അടിക്കുന്നു, ആ വണ്ടി സൗണ്ട് വേവ് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്.
സൗണ്ട് ആ സൗണ്ടാണ് നമ്മളിവിടുത്തെ സൗണ്ട് വേവ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ വണ്ടി ഇപ്പം ഇവിടെ നിൽക്കുകയാണ് A0. 1 സെക്കൻഡ് മുമ്പ് A1-ലായിരുന്നു, 2 സെക്കൻഡ് മുമ്പ് A2-ലാണ്. വണ്ടിക്ക് വലിയ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് മൂന്നും ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി പുറപ്പെടുവിച്ച സൗണ്ട് വേവ് എവിടേക്ക് എത്തിയെന്ന് ഇതിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ സൗണ്ട് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ, അത് എത്ര സ്ഥലത്ത് എത്തിയെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ വെലോസിറ്റീനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, വെലോസിറ്റി സ്മാൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് t. അപ്പം 2 സെക്കൻഡ് A0 എന്ന് പറയുന്നത് കറണ്ട് പൊസിഷനാണ്. അപ്പോൾ കറണ്ട് പൊസിഷൻ ആണെങ്കിൽ അത് എന്താണ്, സൗണ്ട് വേവ് ഒന്നും ഉണ്ടാക്കിയില്ല, 0 ടൈമാണ്, ടൈം 0 ആണ്. അപ്പം അത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയില്ല, സൗണ്ട് വേവ് ഇങ്ങോട്ട് എത്തിയില്ല. പക്ഷേ 1 സെക്കൻഡ് മുമ്പ് അത് നിന്ന പൊസിഷൻ എന്ന് പറയുന്നത് A1 അല്ലേ, അത് എവിടെ ആയിക്കോട്ടെ, A1 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പോയിൻ്റാണ്. ആ 1 സെക്കൻഡ് മുമ്പ് ഉണ്ടാക്കിയ സൗണ്ട് വേവ് എത്ര ഡിസ്റ്റൻസ് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും? A × 1 സെക്കൻഡ് ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് A എന്ന് പറയുന്ന A മീറ്റർ എത്തിയിട്ടുണ്ടാവും. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ കിട്ടി. A മീറ്റർ ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും. A മീറ്റർ ഡിസ്റ്റൻസിനെ ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു A മീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം A1-ൽ വെച്ചിട്ട് അവിടെ ഒരു സർക്കിൾ വരച്ചത് ആ ഇത്രയും സ്ഥലം കവർ ചെയ്തിട്ടുണ്ടാവും A1-ൽ വെച്ച് അതുണ്ടാക്കിയ സൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു സ്മാൾ ലെറ്റർ A. ഇനി A2 എന്ന് പറയുന്നത് 2 സെക്കൻഡ് മുമ്പുള്ള ഇതിൻ്റെ പൊസിഷനാണ്. ഇത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മൂന്നും കൂടെ ഒരു പോയിന്റ് കോയിൻസിഡൻ്റ് ആയി. നിങ്ങൾക്ക് ഇതിപ്പോൾ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പോയിന്റ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര നോക്കുക, 2 സെക്കൻഡ് മുമ്പ് അതിൻ്റെ പൊസിഷൻ A2 ആണ്. അപ്പോൾ അതുണ്ടാക്കിയ സൗണ്ട് വേവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുക, അതായത് എത്ര ഡിസ്റ്റൻസ് എത്തിയെന്ന് കണ്ടുപിടിക്കുക, A × 2 സെക്കൻഡ്സ് ചെയ്യണം. അതായത് 2A ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 2A ഡിസ്റ്റൻസ് ആണ്. എക്ക് പകരം 2 എടുത്തെങ്കിൽ 2A എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് 4-ൽ A2 ഈ പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഇത് വരച്ചു, സർക്കിൾ വരച്ചു. ഇനി 3 സെക്കൻഡ് മുമ്പ് ഇതിൻ്റെ പൊസിഷൻ ഏത് തന്നെയായിരിക്കും? ഈ പോയിന്റ് തന്നെയാണ്. ആ പോയിന്റിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ A3 എന്ന് പറയുന്നത് അത് തന്നെയാണ് 3 സെക്കൻഡ് മുമ്പ്. പക്ഷേ 3 സെക്കൻഡ് മുമ്പുണ്ടായ സൗണ്ട് വേവ് എത്ര ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും? 3A ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ 3A ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്തിയിട്ടുണ്ടാവും 6 സെൻറ്റിമീറ്റർ റേഡിയസ്. കാരണം ഇത്രയും ഡിസ്റ്റൻസ് 3A എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഇതെന്ന് പറയുന്നത് A ആയിട്ട് എടുത്തു, ഇതെന്ന് പറയുന്നത് അപ്പോൾ 2A ആയിരിക്കും, എന്ന് പറയുന്നത് 3A ആയിരിക്കും. അപ്പോൾ സിംപിളി ഇത്ര മാത്രം ആലോചിക്കും, ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും സിമെട്രിക്കലി അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഒരേപോലെ ആയിരിക്കും സൗണ്ട് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന ആൾക്കും അതേപോലെ. അതായത് ഇപ്പോൾ ഇത് സിമെട്രിക്കാണ്. ഈ ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു കംപ്ലീറ്റ് ആക്സിസിന് സിമെട്രിക്കാണ്. എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾ, സിമെട്രിക്കായിട്ട് ഡിവൈഡ് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പോയിന്റ്സിൽ നിൽക്കുന്ന ആൾ ഒരേപോലെ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത. നമ്മൾ നീലത്തിമിംഗലമൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് പുറപ്പെടുവിക്കുന്ന സൗണ്ട് വേവ് നമ്മൾ കാണിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതാണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ സൗണ്ട് വേവിൻ്റെ എന്താണ് ഒരു ഇൻറ്റൻസിറ്റി ഏതൊക്കെ പോയിൻറ്റ്സിൽ എങ്ങനെ വരും എന്നുള്ളൊരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ മാറിയിട്ട് നമുക്ക് വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എന്താണ് സബ്സോണിക്. അപ്പോൾ ഫ്ലോ എന്ന് പറയുന്നത് സബ്സോണിക് ആവുകയാണ്. രണ്ടാമത് കംപ്രസിബിൾ ഫ്ലോയിൽ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോ ആണ്. സബ്സോണിക് എന്ന് പറയുന്ന മാക് നമ്പർ എന്താവണം? >1 ആവണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ ചെറുതാവണമെന്നില്ല. അപ്പോൾ മാക് നമ്പർ >1 ആവണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. മാക് നമ്പർ >1 ആണെങ്കിൽ നമുക്കറിയാം V എന്ന് പറയുന്നത് ചെറുതും A എന്ന് പറയുന്നത് വലുതുമാണെന്നറിയാം. പക്ഷെ ഭയങ്കര ചെറുതല്ല V. അപ്പം ഈ ഇവിടെ നമ്മൾ A പറഞ്ഞത് അനുസരിച്ച് Aക്ക് എല്ലാ വെലോസിറ്റി ഓൾമോസ്റ്റ് 0 എന്നാണ് പറഞ്ഞത്. Aക്ക് ഈ A എന്ന് പറയുമ്പോൾ സ്മാൾ ലെറ്റർ A എന്ന് വിചാരിച്ചാലേ, A എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ആണ്. A വേണ്ടിയിരുന്നു, നേരെ എല്ലാം കൊടുത്താൽ മതി. പോട്ടെ. അപ്പം ഡിസ്റ്റർബൻസിന് വെലോസിറ്റി ഇവിടെ ഉണ്ട്, പക്ഷേ അത് 0 ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ ഡിസ്റ്റർബൻസ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ ഇപ്പം ഞാൻ ഇവിടെ എത്തി, ആ ഡിസ്റ്റർബൻസ് A0 എന്ന് പറയുന്ന പോയിന്റിൽ എത്തി. ഓക്കെ, അപ്പം തൊട്ട് മുമ്പ് അത് ഏത് ഡിസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും? A1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും 1 സെക്കൻഡ് മുമ്പ്. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? എയുടെ വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ V ആണ് പറയുന്നത്. അപ്പോൾ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ Vനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 സെക്കൻഡ് മുമ്പ് ആണെങ്കിൽ ഇതിൻ്റെ ടൈമിൻ്റെ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ V ആണ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ V ആണ്, വെലോസിറ്റിയാണ്. അതായത് V × 1. 1 സെക്കൻഡ് മുമ്പ് അത് V × 1 ഡിസ്റ്റൻസിൽ നിന്ന്. 2 സെക്കൻഡ് മുമ്പ് ഇത് എവിടെ എത്ര ഡിസ്റ്റൻസ് നിൽക്കും? 2 × V ഡിസ്റ്റൻസ് നിൽക്കും. 2 × V ഡിസ്റ്റൻസ് നിൽക്കും. അപ്പോൾ 2 × V ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ്? ഇവിടെയാണ് നോക്കുക, A2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്?
2v ആണ്. 3 സെക്കൻഡ് മുമ്പാണെങ്കിൽ ഇപ്പുറത്തോട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ വരച്ചത് ഇത് മൂന്നും കൂടെ ഒരു പോയിന്റ് വരച്ച കാര്യം എന്ന് പറഞ്ഞാൽ വി ഈസ് ഓൾമോസ്റ്റ് 0, വി വളരെ ചെറുതാണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഒരു പോയിന്റിൽ വരച്ചത്. ഇവിടെ ചെറുതല്ല, അത് 3 പോയിന്റ് 3 ഡിഫറെൻറ്റ് പോയിന്റ്സിലായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ എല്ലാം വെച്ച് വരച്ച എന്താണ് അക്വസ്റ്റിക് വെലോസിറ്റിയുടെ വെലോസിറ്റി, സ്മാൾ ലെറ്റർ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരയ്ക്കണം. അപ്പോൾ 1 സെക്കൻഡ് മുമ്പ് ഈ A0യിൽ അതിന് സൗണ്ട് ഉണ്ടായില്ല, A1ൽ 1 സെക്കൻഡ് മുമ്പ് ഉണ്ടായ സൗണ്ട് വേവ് A ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാകും. A ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് A ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ B. അതുകൊണ്ട് V ഇത്രയും ഉണ്ടെങ്കിൽ A ഇതിനപ്പുറത്ത് നിൽക്കണം, ദിസ് ഈസ് A. അപ്പോൾ ഞാൻ കോമ്പസിറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റ് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് ഇത്രയാണ് V എന്നുള്ളത് കൊണ്ട് അതിനെക്കാട്ടി വലുതായിട്ട് നിൽക്കണ A. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഇത്രയാണ് A. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് ഈ റേഡിയസ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ. ഇനി ഇതാണ് A എങ്കിൽ നമ്മൾ 2 സെക്കൻഡ് മുമ്പ് ഉണ്ടായ സൗണ്ട് വേവ് എത്ര ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും? 2A ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും. അപ്പം അത് എവിടെ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് ഉണ്ടായത്? A2 എന്ന് പറയുന്ന പൊസിഷൻ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്ത് വരയ്ക്കും? സൗണ്ട് വേവ് വരയ്ക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സൗണ്ട് വേവ് എത്ര ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്റർ ഇതാണ്. A2 എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ഇതാണ്. ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2A. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2A ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ ദിസ് വിൽ ബി 2A. ഇനി ഇനി ഒന്ന് A3 കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇതിപ്പോൾ 1 സെക്കൻഡ് മുമ്പ് A1 ഒരു V ഡിസ്റ്റൻസ്, 2 സെക്കൻഡ് മുമ്പ് 2V ഡിസ്റ്റൻസ്, 3 സെക്കൻഡ് മുമ്പ് 3V ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടെ ഇപ്പുറത്തോട്ട് ഇവിടെ ആയിരിക്കും A3 ഉണ്ടാവും, ഇവിടെ ആയിരിക്കും. അതുണ്ടാക്കിയ സൗണ്ട് വേവ് 3A ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവുമല്ലോ. 3A ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ 2Aയുടെ കൂട്ടത്തിൽ നമുക്ക് എന്തും കൂടെ വന്നിട്ടുണ്ടാവും, ഈ ഒരു A എന്ന് പറയുന്നതും കൂടെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ റേഡിയസ് എന്ന് പറയുന്നത് 3A ആവും. അതായത് A3യിൽ വെച്ച് വരയ്ക്കുന്ന സാധനം എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? 3A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. നോക്കിയോ, കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇതുവരെ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഹിയർ ഇൻറ്റൻസിറ്റി സൗണ്ട് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇവിടെ അടുത്തടുത്തല്ല നിൽക്കുന്നത്, ഇവിടെ അടുത്തടുത്താണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ലോ ആണ്. ഒരേപോലെ ആയിരിക്കത്തില്ല. കാതടപ്പിക്കുന്ന രീതിയിൽ ഇവിടെ സൗണ്ട് കിട്ടും ഫ്രണ്ടിൽ. അതായത് ഇപ്പോൾ A0 ഇവിടെ എത്തിയതേ ഉള്ളൂ. ബട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു A0യ്ക്ക് മുമ്പേ, അതായത് നമ്മുടെ സൗണ്ട് വേവ് നമ്മൾ എന്തിനെ ഓവർടേക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഡിസ്റ്റർബൻസിനെ ഓവർടേക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡിസ്റ്റർബൻസ് ഇതാണെങ്കിൽ സൗണ്ട് വേവ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റർബൻസ് ഇവിടെയും സൗണ്ട് ഇവിടെയാണെങ്കിൽ എന്തുവാണ് ഡിസ്റ്റർബൻസ് ഇവിടെയും സൗണ്ട് വേവിൻ്റെ ഫ്രണ്ടിൽ കൂടെയും പോവാണ്. ഇവിടെയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഇവിടെയും സൗണ്ട് വേവ് ഒരുപാട് ഫ്രണ്ടിൽ കൂടെ പോവുക എന്നുള്ള കൺസെപ്റ്റാണ് ഇൻകംപ്രസ്ഡ് ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയായല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായി? നമുക്ക് സബ്സോണിക്കായി, ഇൻകംപ്രസിബിൾ ഫ്ലോ ആയി, സബ്സോണിക്കായി. ഇനി നമുക്കിവിടെ പറയാനുള്ളതെന്ന് പറയുന്നത് സോണിക്കാണ്. സോണിക് ഫ്ലോ നടക്കുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ സോണിക് ഫ്ലോയുടെ കണ്ടീഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഫ്ലോ ഈസ് സോണിക്, നിങ്ങൾക്കറിയാമല്ലോ മാക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. മാക് നമ്പർ 1 ആണെങ്കിൽ V = A വരും. ഇത് ഞാൻ കൂടുതൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് വരയ്ക്കാൻ പോകും. ഇപ്പോൾ ഏകദേശമൊക്കെ പിടികിട്ടി കാണും. അപ്പോൾ V = A വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് A0 ആണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് അത് A1 ആണ്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് V ആണെന്നറിയാം. A2 2V ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് 2V ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് V ആയിരിക്കും. 3 പൊസിഷൻ മുമ്പ് ഇവിടെ A3 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3V ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ A1ൽ ഉണ്ടാക്കിയ സൗണ്ട് വേവ് 1 സെക്കൻഡ് മുമ്പ് ഉണ്ടാക്കിയ സൗണ്ട് വേവ് A ഡിസ്റ്റൻസ് എത്തൂലേ, സ്മാൾ ട്രൈ. Aയും Bയും ഈക്വൽ ആയതുകൊണ്ട് ഇത് ഇത്രയും V ആണ്. V കൂടെ തന്നെ വായിക്കണം. ഓക്കെ, A2 എന്ന് പറയുന്ന സാധനം എത്രയാണ്? V = A ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടം വരെ വരത്തുള്ളൂ. അതായത് ഇത് ഇത്ര A ആണല്ലോ, A = V. ഇവിടെ അപ്പോൾ ഇത്രയും A ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 2A ആകുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ വരും, അതിന് ഫ്രണ്ടിലോട്ട് പോകത്തില്ല. ആ പോയിന്റിൽ കൂടെ തന്നെ കടന്നു പോകും. A3 ആണെങ്കിൽ 3A ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് V ആണ്. ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതും V ആണ്. അപ്പോൾ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെയും എന്തുവാണ്? A ആണ്. അപ്പോൾ A3യിൽ നിന്ന് 3A എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പാസിങ് ത്രൂ ദ സെയിം പോയിന്റ്. ഇവിടുത്തെ ടോപ്പിലുള്ള ഇവിടുത്തെ സെയിം പോയിന്റ് കൂടെ തന്നെ പോകും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വി ആർ ഹാവിങ് ദ ഡിസ്റ്റർബൻസ്
A0 at this point, but beyond this point there is no presence of എന്താണ് acoustic sound. The sound wave is not overtaking the disturbance. Therefore, this region is known as zone of silence, and this is termed as zone of action, where you can get the sound wave or you can hear the sound wave. അപ്പോൾ ഇത് സോൺ ഓഫ് ആക്ഷനും എന്താണ് സോൺ ഓഫ് എന്താണ് സൈലൻസും വരും. ദിസ് ഈസ് ദ സോണിക് ഫ്ലോ. ഇതൊരു സോണിക് ഫ്ലോ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോണിക് ഫ്ലോയുടെ ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ പറയാൻ പറ്റും. ഇനി നാലാമത്തെ സാധനം, ലാസ്റ്റ് വൺ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സൂപ്പർ സോണിക് ഫ്ലോ. ഇൻ ദ കേസ് ഓഫ് സൂപ്പർ സോണിക് ഫ്ലോ, വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? സൂപ്പർ സോണിക് ഫ്ലോ ആകുമ്പോഴത്തേക്ക് മാക് നമ്പർ നമ്മളിങ്ങോട്ട് വരുവാണ്. മാക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആവും. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ വി എന്ന് പറയുന്നത് ചെറുതും അല്ല, വി വലുതും എ ചെറുതുമാവും. mv/a ആണല്ലോ മാക് നമ്പർ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോഴത്തെ എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതും A0യും 1 സെക്കൻഡ് മുമ്പ് എന്ന് പറയുന്നത് A1ഉം 2 സെക്കൻഡ് മുമ്പ് അത് A2ഉം 3 സെക്കൻഡ് മുമ്പ് A3 ആണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വി ആണെന്നറിയാം. പക്ഷേ വിനെ കാട്ടി വി വലുത് എ ചെറുതുമായിരിക്കണം. അപ്പോൾ നമ്മൾ A1 വെച്ച് വരയ്ക്കുന്ന എ ഡിസ്റ്റൻസിലുള്ള സൗണ്ട് വേവ് എത്തിയ സ്ഥലം ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റിങ് എ സ്മാളർ റേഡിയസ്, ഒരു ചെറിയ റേഡിയസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും സ്മാളർ ട്രേ, ബട്ട് വി വിൽ ബി ഫ്രം ഹിയർ ടു ഹിയർ, വിനെ കാട്ടി ചെറുതാണ്. അപ്പോൾ 2A എടുത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് എ ആണ്, ഇത് ഇത്ര ആയിരിക്കുമല്ലോ 2A ഡയമീറ്റർ. 2A എടുത്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. നോക്കിയോ, ഇത് ടച്ച് ചെയ്യുന്നില്ല, കാര്യം A0യിൽ ടച്ച് ചെയ്തിട്ടില്ല ഇവർ. കാര്യം A0 ഇപ്പോഴത്തെ ഡിസ്റ്റർബൻസിൻ്റെ പൊസിഷൻ, ഇപ്പോഴത്തെ വണ്ടി ഇവിടെ എത്തുകയാണ്. വണ്ടി ഇവിടെ എത്തിയിട്ടും സൗണ്ട് എത്തിയില്ല, സൗണ്ട് പിറക്കി കിടക്കണേ ഉള്ളൂ. ഇനി A3യിൽ വെച്ച് 3A എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് 2A ആണല്ലോ, 2Aയുടെ കൂട്ടത്തിൽ ഒരു എയും കൂടെ എടുക്കണം. അപ്പം ഇതിവിടെ നിന്ന് ഇതുവരെ 2A ആണ് എൻ്റെ റേഡിയസ്. ഇപ്പോൾ 3Aയിൽ വെച്ച് ഞാൻ ചുമ്മാ മെഷർ ചെയ്ത് വരയ്ക്കുന്നേ ഉള്ളൂ. കാര്യം മെഷർ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് വരച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും, അതിൻ്റെ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത് വരയ്ക്കണം. അപ്പോൾ ഇവിടെ വെച്ച് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഇതിന് ടാൻജൻ്റായിട്ട് 2 ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ A0 അതിലെത്തിയിട്ടില്ല. A0 എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി വന്ന് ഇടിച്ചാലും നമ്മൾ ആ സൗണ്ട് കേൾക്കത്തില്ല. ഇവിടെ വന്ന് വണ്ടി ഇടിക്കുന്നതും സൗണ്ട് കേൾക്കുന്നതും ഒരുമിച്ചായിരിക്കും. ഇവിടെയാണെങ്കിൽ വണ്ടി വന്ന് ഇടിച്ചാലും സൗണ്ട് കേൾക്കത്തില്ല. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ സോൺ ഓഫ് എന്തായിട്ട് ആക്ട് ചെയ്യും? സൈലൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെ സോൺ ഓഫ് ആക്ഷൻ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മാക് കോൺ. ഇതൊരു കോൺ ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും, സോൺ ഓഫ് ആക്ഷനും സോൺ ഓഫ് സൈലൻസും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മാക് കോൺ എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് അവർ മാക് കോൺ. അപ്പോൾ മാക് കോൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മാക് ആംഗിൾ പറയേണ്ടി വരും. മാക് ആംഗിൾ എങ്ങനെ പറയേണ്ടി വരും? ദിസ് ഈസ് ദ ആംഗിൾ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന മാക് ആംഗിൾ. അതായത് ഈ കോണിൻ്റെ സെൻട്രിൽ സസ്പെൻഡ്, ഇപ്പോൾ ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ഹാഫ് ആംഗിൾ. അപ്പോൾ ഇതിനെ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യും. മാക് ആംഗിൾ ഇസ് നോട്ട് ബൈ യൂസിങ് ദ ലെറ്റർ സ്മാൾ ലെറ്റർ ആൽഫ. അതുകൊണ്ട് നമുക്കിന്ന് പറയാൻ പറ്റും ഇതിപ്പോൾ A3 ഇതാണ്. ഇപ്പോൾ A3 ഇതാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ടാൻജൻസ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇതാണല്ലോ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇപ്പോൾ ഇത് A0 A3A എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇതുപോലുള്ള A മുതൽ A3 to A ഡിസ്റ്റൻസ് നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ് ജനറൽ എക്സ്പ്രഷൻ ചെയ്യാം. ഇത് നമ്മുടെ സൗണ്ട് വേവിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ സ്മാൾ ലെറ്റർ A ഇൻറ്റു T എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ദെർഫോർ വി ക്യാൻ റൈറ്റ് ദ വാല്യൂ സൈൻ ആൽഫ. സൈൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് ആണല്ലോ. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആൽഫയുടെ ഓപ്പോസിറ്റ് AT, സ്മാൾ ലെറ്റർ A ഇൻറ്റു T ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിന് ഓപ്പോസിറ്റുള്ള V ഇൻറ്റു T എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു A ബൈ സ്മാൾ v. അപ്പോൾ ഇത് മാക് നമ്പറിൻ്റെ റെസിപ്രോക്കലാണ്, 1/m എന്ന് പറയാം. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് ഓഫ്, ഇതാണ് മാക് കോൺ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/m എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദ മാക് ആംഗിൾ. ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് നമ്മുടെ മാക് ആംഗിൾ. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് മാക് ആംഗിൾ എന്താണെന്ന് പഠിക്കുക, മാക് കോൺ എന്താണെന്ന് പഠിക്കുക, ഇതിന് ഫിസിക്കൽ ഡിഫറൻസ് പഠിക്കുക. ഇത് ചുമ്മാ കാണാൻ പഠിക്കരുത്, കാര്യം എങ്ങനെയാണ് വന്നതെന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ വോൺ കാർമാൻസ് റൂൾ. ഇത് നേരത്തെ വീഡിയോയിൽ ഉണ്ടാവണമെന്നില്ല. വോൺ കാർമാൻസ് റൂൾസ് ഓഫ് സൂപ്പർസോണിക് ഫ്ലോ. അപ്പോൾ ഇതിൽ 3 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ.
ഒളിച്ചു വെച്ചിരിപ്പിക്കുന്ന സിഗ്നൽ. നോക്കിയാൽ ദ എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി മൂവിങ് അറ്റ് എ സ്പീഡ് ഫാസ്റ്റർ ദാൻ സൗണ്ട് കനോട്ട് റീച്ച് ദ പോയിന്റ് എ ഹെഡ് ഓഫ് ദ ബോഡി. അതായത് സൗണ്ടിനെക്കാട്ടി വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നത് സൂപ്പർസോണിക് ഫ്ലോയിലാണ്. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോയിൽ ഈ സൗണ്ട് വേവിന് ഈ ബോഡിക്ക് ഫ്രണ്ടിലോട്ട് എത്താൻ പറ്റത്തില്ല. വേണ്ട A0 എത്തിയിട്ടും സൗണ്ട് വേവ് പുറത്ത് കിടക്കുന്നേ ഉള്ളൂ, നമ്മൾ പുറകെ കിടക്കുന്നേ ഉള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനെയാണ് ദ റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോയിൽ എന്താണ്, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡി എത്തിയാലും അതിൻ്റെ സൗണ്ട് വേവ് അവിടെ എത്തത്തില്ല. സൗണ്ട് വേവ് വിൽ ബി എന്താണ് ബിഹൈൻഡ് ദാറ്റ് ബോഡി. അപ്പോൾ അതാണ് ഒന്നാമത്തെ റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ. ഇനി വോൺ കാർമാൻസ് റൂൾ ഓഫ് സൂപ്പർസോണിക് ഫ്ലോയിൽ രണ്ടാമത്തേത് സോൺ ഓഫ് ആക്ഷൻ ആൻഡ് സോൺ ഓഫ് സൈലൻസ്. അറിയാമല്ലോ, ഇവിടെ ഒരു സോൺ ഓഫ് ആക്ഷനും ഉണ്ട്, ഇവിടെ ഒരു സോൺ ഓഫ് സൈലൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എ മൂവിങ് സോഴ്സ് ഇൻ എ സ്റ്റേഷനറി സ്ട്രീം പ്രൊഡ്യൂസസ് എഫക്ട്സ് ഓൺ പോയിന്റ്സ് ദാറ്റ് ലൈ ഓർ ഓൺ ഇൻസൈഡ് ദ മാക്കോൺ. അതായത് മാക്കോണിൻ്റെ അകത്തുള്ള സ്ഥലത്തെ ആ ഒരു എന്ത് ചെയ്തു, ആ ഒരു ഷോക്ക് വേവ് ആ സൗണ്ട് വേവ് എന്ന് പറയുന്ന എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അതിന് പുറത്തുള്ള മാക്കോണിന് പുറത്തുള്ള സ്ഥലത്ത് ആ സൗണ്ട് വേവിന് എഫക്ട്സ് ഒന്നുമില്ല. ദെയർഫോർ എഫക്ട്സ് ഇല്ലാത്ത സ്ഥലത്തിന് നമ്മൾ സോൺ ഓഫ് സൈലൻസ് എന്നും ദ സൗണ്ട് വേവിന് എഫക്ട്സ് ഉള്ള സ്ഥലത്തിന് സോൺ ഓഫ് എന്തെന്ന് വിളിക്കും, ആക്ഷൻ എന്ന് വിളിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ റൂൾ ഓഫ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ. അപ്പോൾ 3 സാധനങ്ങൾ, ദ റൂൾ ഓഫ് ഫോർബിഡൻ സിഗ്നൽ, ഇത് പഠിക്കാനാണ് പാട്. രണ്ടാമത്തെ ദ സോൺ ഓഫ് സൈലൻസ് ആൻഡ് സോൺ ഓഫ് ആക്ഷൻ. തേർഡ് വൺ ദ റൂൾ ഓഫ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ. കോൺസെൻട്രേറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് വേവ് അടുത്ത്, അതായത് സർക്കിൾസ് അടുത്തുള്ള സ്ഥലത്ത്, അപ്പോൾ ഇവിടെ പറഞ്ഞാൽ സർക്കിൾസ് അടുത്തുള്ള സ്ഥലത്ത് ഇൻറ്റൻസിറ്റി കൂടുതൽ, അവിടെ ഒന്നുമില്ല, ഇവിടെ സർക്കിൾസ് അടുത്തുള്ള സ്ഥലത്ത് ഇൻറ്റൻസിറ്റി കൂടുതൽ ഫീൽ ചെയ്യും. സർക്കിൾസ് ബ്രോഡായിട്ട് അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന അടുത്ത് ഇൻറ്റൻസിറ്റി ഓഫ് സിഗ്നൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്താണ് പ്രോക്സിമിറ്റി ഓഫ് ദ സർക്കിൾസ്, അതായത് ഇങ്ങനെയാണ് വാക്ക്. ദ പ്രോക്സിമിറ്റി ഓഫ് ദ സർക്കിൾസ് വിച്ച് റെപ്രസെൻറ്റ് ദ പ്രഷർ പൾസസ് ഈസ് എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഡിസ്റ്റർബൻസ്. അതായത് ആ ഒരു പ്രഷർ ഡിസ്റ്റർബൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മുടെ ഈ ഒരു സർക്കിൾസ് കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് പ്രഷർ പൾസസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സർക്കിൾ ഷോസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൾസോ. ആൻഡ് ഇഫ് ദ സർക്കിൾ ആർ ക്ലോസർ ദെൻ ദ വേവ് ഇൻ ദ റീജിയൻ ഈസ് സ്ട്രോങ്ങർ. ആ ഒരു സ്ഥലത്ത് സർക്കിൾസ് ക്ലോസ് ആണെങ്കിൽ വേവ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വീക്ക്. അപ്പോൾ ഇത് റൂൾ ഓഫ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ എന്താണ് മാക്കോൺ വരെയുള്ള കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റഡി എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് stagnation condition. What do you mean by a stagnation condition? അപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് വളരെ അതിൻ്റെ ബേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിരിക്കുന്നതുകൊണ്ട് അറിയായിരിക്കും ഈ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പെട്ടെന്നൊന്ന് അതിനെന്ത് ചെയ്യാം, ഓടിച്ചു വിടാം. അപ്പോൾ എന്താണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്നുള്ളത്? അപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്ലോ ഫീൽഡ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്, ഫ്ലോ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഫ്ലോ നടക്കുവാണ്. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഏരിയ എന്നൊരു ഡക്റ്റിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഏതെങ്കിലും ഡക്റ്റ്. അപ്പോൾ ഈ നടക്കുന്ന ഫ്ലോയ്ക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാകും, ക്യാപിറ്റൽ B. അപ്പോൾ ഈ ഫ്ലോയിൽ ഇവിടെ ഉള്ള പ്രോപ്പർട്ടീസ് പ്രഷർ P ആണ്, ടെമ്പറേച്ചർ T ആണ്. ഞാൻ ഈ പറയുന്ന എല്ലാം മര്യാദയ്ക്ക് കേൾക്കണം. ഡെൻസിറ്റി ρ ആണ്, ഇതിലൊന്നും കളയാനില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ H ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ കളഞ്ഞു കളയരുത്. ഈ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർത്ത് വെച്ചിരിക്കണം, അത് ചുമ്മാ കേട്ട് കളയരുത്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഫ്ലോയിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഒരു എന്തിലേക്ക് കളക്ട് ചെയ്യുന്നു, ഒരു റിസർവോയറിലേക്ക് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു റിസർവോയർ കണ്ടീഷനാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം കളക്ടിങ് ദിസ് ഫ്ലോ ഇൻ എ റിസർവോയർ. ആ റിസർവോയറിലേക്ക് കളക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, ദ വെലോസിറ്റി ബിക്കം 0. വെലോസിറ്റി എന്ന് പറയുന്നത് 0യിലേക്ക് വരും. പക്ഷേ ദ ഫ്ലോ ഹാപ്പനിങ് ഹിയർ അതെന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക്കാണ്. അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അവിടെ അത് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല, റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ അത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ് നടക്കുന്നത്. അഥവാ ഐസെൻട്രോപ്പിക് ഡീസിലറേഷൻ ആണെന്ന് പറയാം. ഡീസിലറേഷൻ എന്ന് പറയാൻ കാര്യം വെലോസിറ്റി കുറയുന്നതുകൊണ്ട്. അപ്പം വെൻ എ ഫ്ലോ ഈസ് ഐസെൻട്രോപ്പിക്കലി ഡീസിലറേറ്റഡ് ടു 0 വെലോസിറ്റി ദെൻ ദ പ്രോപ്പർട്ടീസ് അറ്റ് ദിസ് പോയിൻ്റ്, അല്ലെങ്കിൽ ആ റിസർവോയറിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. P എന്ന് പറയുന്ന സ്റ്റാറ്റിക് പ്രോപ്പർട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി P0 എന്ന് പറയും. T എന്ന് പറയുന്ന സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 എന്ന് പറയും. റോ എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഡെൻസിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി ρ0 എന്ന് പറയും. H എന്ന് പറയുന്ന സ്റ്റാറ്റിക് എൻതാൽപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി H0 എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റേറ്റ്
ആസ് ദി സ്റ്റേറ്റ്. എങ്ങനെ കിട്ടുന്ന സ്റ്റേറ്റാ? അറ്റൈൻഡ് ബൈ ദി ഫ്ലൂയിഡ് when it is decelerated to zero velocity. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐസെൻട്രോപ്പിക്കലി, നമ്മൾ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഫ്ലോ വന്നാലും നമ്മൾ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഐസെൻട്രോപ്പിക് കൺസെപ്റ്റ് വെച്ചിട്ടേ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവിടുത്തെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും, ഇവിടെ ഡെൻസിറ്റി ഉണ്ടാവും, റോ ഉണ്ടാവും, ഇവിടെ എന്താൽപ്പി എച്ച് ഉണ്ടാവും. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ ഇത് P1 എന്ന് പറയും, ഇത് ടെമ്പറേച്ചർ T1 എന്ന് പറയും, ഇത് റോ 1 എന്ന് പറയും, ഇത് എന്താൽപ്പി H1 എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി P2 എന്ന് പറയും, ടെമ്പറേച്ചർ T2 എന്ന് പറയും, ഡെൻസിറ്റി റോ 2 എന്ന് പറയും, എന്താൽപ്പി H2 എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി P1 ഈ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി P01 എന്ന് പറയും. T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T01 എന്ന് പറയും. റോസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി റോസ് 01 എന്ന് പറയും. H1 എന്ന് പറയുന്നത് എന്താൽപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ എന്താൽപ്പി H01 എന്ന് പറയും. അതേപോലെ ഇവിടെ P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്തായിരിക്കും? P02. T2 കറസ്പോണ്ടിങ് T02, റോ 2 കറസ്പോണ്ടിങ് റോ 02, എന്താൽപ്പിക്ക് കണ്ടുവരുന്നത് S02. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണോ, ഇത് രണ്ട് ഈക്വൽ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ഓഫ് ഫ്ലോയിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പിന്നീട് പഠിക്കും. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി ഇതാണ്. ആക്ച്വലി റിസർവോയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാലും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയാണ്. പിന്നെ അതേപോലെ ടോട്ടൽ പ്രഷർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് P01 ആണ്. ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് T01 ആണ്. അപ്പം ഇത് ആലോചിച്ചോളണം. ടോട്ടൽ പ്രഷർ, ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയാണ്. അതേപോലെ റിസർവോയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാലും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ഇത്രയാണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി. ഇപ്പോൾ ഒരു റിസർവോയറിൽ നിന്ന് സീറോ വെലോസിറ്റിയിലുള്ള റിസർവോയറിൽ നിന്ന് നമ്മൾ ഐസെൻട്രോപിക്കലി ആക്സലറേറ്റ് ചെയ്ത് തിരിച്ച് V എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് കൊണ്ടുവന്നാലും ഈ കിട്ടുന്ന പ്രോപ്പർട്ടീസിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആ റിസർവോയറിലുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി, ആൻ എക്സ്പ്രഷൻ ഫോർ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി. നമ്മൾ സ്റ്റാഗ്നേഷൻ അപ്പോൾ എന്തെന്ന് പറഞ്ഞു ചോദിക്കും? ഇത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്താണെന്ന് പറയുമ്പോൾ ഡിഫൈൻ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു ചോദിക്കും. അപ്പോൾ ഇത് സ്റ്റാഗ്നേഷൻ എന്താൽപ്പി, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രോബ്ലം. അപ്പോൾ ഇത് എല്ലാത്തിലും നമ്മൾ തുടക്കം എന്ന് പറയുന്നത് ഈ സ്റ്റാഗ്നേഷൻ എന്താൽപ്പിയിൽ നിന്നാണ്. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്രഷൻ പറയാം. നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ പറയുന്നത് എന്താണ്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അക്കോർഡിംഗ് ടു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ H+V²/2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഹീറ്റ് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ ഒന്നും ഇല്ലെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അപ്പോൾ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്സിനിടയ്ക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാൻ പോവാണെന്ന് വെക്കുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്, ഇവിടുത്തെ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ H ആണ്. H1 എന്നും H0 എന്നും എടുക്കുന്നില്ല, ഞാനിവിടെ H എന്ന് എടുക്കുന്നു. ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി H0 എന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടുത്തെ എന്താൽപ്പി Hഉം ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി H0 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് Vയും ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? ആക്ച്വലി 0 ആണ്, അതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് ഇത് അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് H+ ഇവിടുത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ/2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മളത് ഈക്വൽ ടു ഇവിടുത്തെ എന്താൽപ്പി പ്ലസ് H0 പ്ലസ് 0യുടെ സ്ക്വയർ/2 എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് സ്ക്വയർ ഇല്ല, എന്നാലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് 0 ആയി പോകും. അപ്പോൾ H+V²/2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? H0 എന്ന് കിട്ടും. അതായത് സ്റ്റാഗ്നേഷൻ എന്താൽപ്പി കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? Hൻ്റെ കൂടെ V²/2 ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എന്താണ് ഗ്രാഫിക്കലി നമ്മൾ എന്തിൽ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്? HS ഡയഗ്രത്തിൽ അല്ലെങ്കിൽ മോളിയാർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ HS ഡയഗ്രത്തിൽ അല്ലെങ്കിൽ മോളിയാർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളത് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്തു? ഒരു മോളിയാർ ഡയഗ്രാം വരച്ചു. അപ്പോൾ മോളിയാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു HS ഡയഗ്രമാണ്. ഇവിടെ എന്താണ്? ഒരു എന്താൽപ്പി ഉണ്ടാവും, ഇവിടെ ഒരു എൻട്രോപ്പി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിലെ വെലോസിറ്റി എന്താൽപ്പി എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള എന്താൽപ്പി എന്ന് പറയുന്നത് ആക്ച്വലി എത്രയായിരുന്നു? H ആയിരുന്നു. അതായത് ഇവിടുത്തെ എന്താൽപ്പി ഞാൻ ഇങ്ങോട്ട് വരച്ച് നോക്കിയാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ H. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള എന്താൽപ്പി എന്ന് പറയുന്നത് H ആയിരുന്നു.
ആ എച്ചിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു, v²/2 ആഡ് ചെയ്തു. ആ v²/2 ആഡ് ചെയ്തെന്ന് കാണിക്കുന്നത് ഞാൻ വെർട്ടിക്കലി മുകളിലേക്ക് വരയ്ക്കണം. ഈ വെർട്ടിക്കലി മുകളിലേക്ക് വരച്ചിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന v²/2 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി എന്ന് പറയും. ഇത് വെർട്ടിക്കലി വരയ്ക്കുന്നതിന് കാര്യം ഇവിടെ ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കണം, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ദാറ്റ് മീൻസ് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക്കലിയാണ് നമ്മൾ ഡീസലറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വെലോസിറ്റി, നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുമ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലി മുകളിലേക്ക് വരച്ചത്. മുകളിലേക്ക് വരച്ചതിന് കാര്യം എച്ചിൻ്റെ കൂടെ v²/2 ആഡ് ചെയ്യപ്പെടുന്നു എന്ന് ഈ ഇക്വേഷൻ നോക്കി മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ y ആക്സിലേക്ക് വരച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് അവിടുത്തെ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ദ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഡ്യൂറിങ് സ്റ്റാഗ്നേഷൻ എന്താണ് ഐസെൻട്രോപ്പിക് പ്രോസസ്, ഐസെൻട്രോപ്പിക് ഡീസലേഷൻ പ്രോസസ്, കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എൻതാൽപ്പി. അതെന്തിലേക്ക്, എൻതാൽപ്പി ആയിട്ട് അല്ലെങ്കിൽ കൺവേർട്ടഡ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആഡഡ് ടു എൻതാൽപ്പി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് H0. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആവുകയാണ്, വെലോസിറ്റി 0 ആവുകയാണ്, കൈനറ്റിക് എനർജി 0 ആണ്. ദാറ്റ് കൈനറ്റിക് എനർജി ഹാസ് ബീൻ ആഡഡ് ടു ദ എൻതാൽപ്പി ഓഫ് ദി ഫ്ലൂയിഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. അപ്പോൾ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന സാധനം ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കഴിഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ എഴുതും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ദ സെക്കൻഡ് വൺ, വി ഹാവ് ടു റെപ്രസെൻറ്റ് ദി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണ് എന്നുള്ളതാണ് അടുത്ത പരിപാടി. നമുക്കൊരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം വി നോ ദാറ്റ് H ഈസ് ഈക്വൽ ടു Cp ഇൻറ്റു T. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സാധനം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ H0 ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ആണെങ്കിൽ Cp ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു T0, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് നേരത്തെ പറഞ്ഞ H ഈസ് ഈക്വൽ ടു H0 ഈസ് ഈക്വൽ ടു H പ്ലസ് v²/2 എന്ന് പറയുന്ന സാധനത്തിൽ H0യുടെ സ്ഥലത്ത് Cp ഇൻറ്റു T0 ആയിരുന്നു, Hൻ്റെ സ്ഥലത്ത് Cp ഇൻറ്റു T എന്ന് കൊടുക്കാം, പ്ലസ് v²/2 കിട്ടും. Cp അങ്ങ് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ T0 ഈസ് ഈക്വൽ ടു T പ്ലസ് v²/2 Cp എന്ന് കിട്ടും. അതായത് ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെ Cp വെട്ടിപ്പോയി, ഇവിടെ Cp അതേപടി കിടപ്പുണ്ട്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഗ്രാഫിക്കലി നമ്മൾ HS ഡയഗ്രത്തിൽ, മോളിയർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് H, ദിസ് ഈസ് S, HS ഡയഗ്രത്തിലല്ല TS ഡയഗ്രത്തിലല്ലേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കിത് y ആക്സിലേക്ക് വരച്ചു നോക്കിയാൽ ദിസ് ഈസ് ദ temperature, this is the temperature T. Then it should be added with v²/2 plus Cp. അതായത് ഇവിടെ എന്തുമായിട്ട് ആഡ് ചെയ്തേക്കാണ്, v²/2 Cp ആയിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ then we will get a point 0 and drawing a line to എന്താണ് the y axis, we will get the stagnation temperature T0. അപ്പോൾ ഇതാണ് അവിടുത്തെ കാര്യം. ഇതിന് കറസ്പോണ്ടിങ് പ്രഷർ ആണെങ്കിൽ നമുക്ക് ഇവിടെ സംശയം. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത സ്റ്റാഗ്നേഷൻ പ്രഷർ ഇല്ലേ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അടുത്ത് എന്ത് വേണം, സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കണം. സ്റ്റാഗ്നേഷൻ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. സ്റ്റാഗ്നേഷൻ പ്രഷർ, ദ തേർഡ് വൺ, സ്റ്റാഗ്നേഷൻ പ്രഷർ, അതായത് P0. P0 എന്ന് പറയുന്ന സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചേഴ്സിൻ്റെ റേഷ്യോ, നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും ഉണ്ടെങ്കിൽ T0/T എന്ന് പറയുന്നത് ഈക്വൽ ടു P0/ലേക്ക് കൊണ്ടുവരാൻ ഇതിനെ ഹോൾ റേസ് ടു Γ/Γ-1 ചെയ്യണം. ദെൻ P0/P എന്ന് നമുക്ക് ഇതിനെ കൊടുക്കാനായിട്ട് പറ്റും. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാമെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ദിസ് ഈസ് എന്താണ് ബേസിക് ഇക്വേഷൻ ഓഫ് എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് ഫ്ലോ, റിവേഴ്സിബിൾ അഡിയബാറ്റിക് ഫ്ലോ, അല്ലെങ്കിൽ അതെന്താണ് ഒരു ഐസെൻട്രോപ്പിക് ഫ്ലോയുടെ ബേസിക് ഇക്വേഷനാണ്. അത് P1/P2 ഈക്വൽ ടു T1/T2 ദ ഹോൾ റേസ് ടു Γ/Γ-1. തിരിച്ചു വരികയാണെങ്കിലോ T0/T ഈക്വൽ ടു P0/P ദ ഹോൾ റേസ് ടു Γ-1/Γ. അതാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ. സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ചതുപോലെ ഇനി വേണമെങ്കിൽ സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റിക്കും എനിക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതും കൂടെ അങ്ങ് എഴുതി വെക്കുക. സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി, അതായത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതെല്ലാം കൂടെ എടുത്ത് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റാഗ്നേഷൻ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ദ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻസ് ഫോർ ഫൈൻഡിങ്, ഇത്രയും സാധനങ്ങൾ.
ഇപ്പോൾ സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് ഡെൻസിറ്റിയുടെ ടേംസിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇത്ര റോ 0/ρ ഈസ് ഈക്വൽ ടു ഇങ്ങനെ പറയാൻ പറ്റും, T0/T ദ ഹോൾ റൈസ് ടു എന്താണ് 1/γ-1. ഇതിന് നമുക്ക് ρ 0 ഈക്വൽ ടു P ഈക്വൽ ടു ρ RT ആണ്. അവിടെ നിന്ന് ρ 0 ഈക്വൽ ടു P/RT. അതിൽ നിന്ന് ഈ ഒരു എക്സ്പ്രഷൻ കൂടെ വെച്ചിട്ട് ρ 0/ρ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്ന് കാണാൻ പഠിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓവർവ്യൂ ആണ് ഈ സാധനം. നമ്മൾ ഇനിയിപ്പോൾ സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിലോ, ദ ഫിഫ്ത്ത് വൺ, സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട്. സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് A0 വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, T0. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടും. ഇപ്പോൾ ഇത്രയും കാര്യം ഒരു പാർട്ടും കൂടെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഇൻ ടേംസോ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ, അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതും പിന്നെ നമ്മുടെ എന്താണ് റെഫറൻസ് സ്പീഡ്സും ഇമ്പൾസ് ഫംഗ്ഷനും കൂടെ ചേർത്ത് നമുക്കൊരു ഒറ്റ വീഡിയോ ആയിട്ട് അതും കൂടെ ചെയ്യാം. അപ്പോൾ പാർട്ട് 5 വീഡിയോസ് ആകുമ്പോഴത്തേക്കും 5 ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും.